ഉമ്മൻചാണ്ടിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട വിയോഗ വാർത്ത പ്രേക്ഷകരോട് പങ്കുവയ്ക്കുകയാണ്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചിരിക്കുന്നു. എന്റെ ദൈവമായി മരിച്ചുപോയത്. നെഞ്ചിലെ മിടിപ്പായൊരാ പറയാതെ നടന്നു പോകെ, കണ്ണിലെ തിരിയായൊരാൾ അകലേക്കു മറഞ്ഞു പോകെ, തുണയായ തണൽ മരം മകമണ്ണിലൊടും. എല്ലാവർക്കും നീതി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പകലും ഇരുൾ വീഴവേ ജനങ്ങൾക്ക് മുകളിലല്ല പുള്ളി, എപ്പോഴും ജനങ്ങൾക്ക് താഴെയാണ്. നമ്മൾ ആവലാദികൾ പറയാവുന്ന ഒരു ജനനായകൻ. തനിയായി ഞങ്ങളോ ജനനായക, താങ്ങാൻ പറ്റുന്നതിനും അധികമായിട്ടുള്ള വേദന ഞങ്ങൾക്ക് വാക്കുകളില്ല പറയാൻ. സാറിനെ പോലെ ഒരു നേതാവിനെ ഇനി ഈ ലോകത്ത് ഇതേപോലെ ഒരാളിനെ കാണാനില്ല. കനലു വഴിയേ പോകവേ പതറാത്ത നിന്ദീരത, ഭരണപഥമേറി നീ നീതി സൂര്യതാരമാ. ലളിതമാം ജീവിതം സമഭാവ സൗമ്യത, അപരനായി എന്നുമേ സ്വയമേകും ധന്യത. വിട ചൊല്ലിടുന്നുവോ മൗനമാ ജനനായക, ജനനായക. ഒടുവിലെ നിൻ യാത്രയിൽ മിഴിപൊഴിഞ്ഞു വാനവും, പ്രിയജനം ആ വഴികളിൽ ഒഴുകിയെത്തും സാഗരം. ഉരുകുന്ന നെഞ്ചുമായി ഒരു നോക്കു കാണുവാൻ. നമ്മളെ സംബന്ധിച്ചറിയാം, നമുക്ക് ഈ പ്രസ്ഥാനത്തിന് പ്രതിസന്ധി കാലഘട്ടത്തിൽ ഏറ്റവും താങ്ങായി നിൽക്കാൻ ഒരുപക്ഷെ 72 MLA-മാരുടെ ഭൂരിപക്ഷത്തില് അധികാരത്തിലേഴുമ്പോൾ ആ അധികാരം പൂർത്തീകരിക്കാൻ പോലും കഴിയില്ല എന്ന് ഇടതുപക്ഷം പ്രഖ്യാപിച്ചപ്പോൾ അത് പൂർത്തീകരിക്കുക മാത്രമല്ല, കേരളം കണ്ട ഏറ്റവും വലിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനായ വ്യക്തിത്വമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. വലിയ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ നാട്ടില് ഒരുപക്ഷെ 1957 മുതൽ 2027 വരെ വന്നു നിൽക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് പോലും ഒരു സർക്കാരും നടപ്പിലാക്കാത്ത തരത്തിലുള്ള വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് നേതൃത്വം നൽകിയ ഗവൺമെന്റ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആയിരുന്നു എന്നുള്ളത് അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. കൊച്ചി മെട്രോ ആയാലും, വിഴിഞ്ഞം തുറമുഖമായാലും, കായംകുളം അന്താരാഷ്ട്ര വിമാനമായാലും, കണ്ണൂർ വിമാനത്താവളമായാലും, കായംകുളം അന്താരാഷ്ട്ര താപനിലയവും, സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള വലിയ വലിയ പദ്ധതികൾ ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്, കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ്. അത് വികസന പദ്ധതികളാണെങ്കിൽ ക്ഷേമകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹം കാണിച്ച വലിയ ഒരു മനസ്സുണ്ട്. നമ്മുടെ മുമ്പിലൊക്കെ ഒരുപാട് ഉണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ നാട്ടിലുണ്ട് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചു തന്നത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ ചികിത്സ ലഭിക്കാൻ, ആളുകൾക്ക് ചികിത്സ ലഭിക്കാൻ കാരുണ്യ ബെനവലന്റ് ഫണ്ട് നമ്മുടെ നാട്ടിലെ ലോട്ടറി ഉപയോഗിച്ച് ആ ലോട്ടറിയിൽ നിന്നും കിട്ടുന്ന ലാഭം ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ, കിഡ്നിക്ക് അസുഖം വന്ന ആളുകൾക്ക്, ഹാർട്ടിന് അസുഖം വന്ന ആളുകൾക്ക്, ക്യാൻസർ വന്ന ആളുകൾക്ക്, അത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ചികിത്സയ്ക്ക്, ഓപ്പറേഷന്
ധനസഹായം നൽകുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഈ നാട്ടിൽ കൊണ്ടുവന്നത് പ്രിയങ്കരനായ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു. കേരളത്തിലെ പാവപ്പെട്ട അമ്മമാരുടെ ക്ഷേമ പെൻഷൻ 600 നിന്ന് 300 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 600 അത് 1200 വർദ്ധിപ്പിച്ചത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു. അത് ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ വിധവാ പെൻഷനും വികലാംഗ പെൻഷനും വാർദ്ധക്യകാല പെൻഷനും സമൂഹത്തിലെ മുഴുവൻ ക്ഷേമ പെൻഷനുകളും വർദ്ധിപ്പിച്ചത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന തരത്തിലേക്ക് അത് എത്തിപ്പിച്ചത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്.